ഒരു കിടിലൻ സ്ഥലം. ഭയങ്കര തണുപ്പാണ്. അതാ പറഞ്ഞാൽ ഊട്ടി കൊടൈക്കനാൽ പോകുന്നവർ മസ്റ്റായിട്ടും ഒന്ന് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദിണ്ടുക്കൽ സിറിമലൈ എന്നുള്ള സ്ഥലത്താണ്. കൊടൈക്കനാൽ ഊട്ടി ഒക്കെ പോകുന്നവർ മസ്റ്റായിട്ടും കാണേണ്ട ഒരു കിടിലൻ സ്ഥലമാണ്. ഭയങ്കര തണുപ്പാണ്. പിന്നെ ഈ മല എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒരു ശിവൻ കോവിലുണ്ട് കേട്ടോ. വെള്ളിമലൈ ശിവൻ കോവിൽ എന്നാണ് ഈ ശിവൻ കോവിലിൻ്റെ പേര്. അപ്പം ആദ്യം ശിവൻ കോവിൽ കാണിച്ചു തരാം. ശിവൻ കോവിലിന് മുകളിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന വ്യൂവും അടിപൊളിയാണ്. ആ ശിവൻ കോവിലിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ 500 വർഷം പഴക്കമുണ്ട്. അതുമാത്രമല്ല, 500 വർഷത്തിലല്ല, അതിൽ കൂടുതൽ വർഷത്തിൽ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അഗസ്ത്യമുനി വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. ഐതിഹ്യങ്ങളൊക്കെ അങ്ങനെയാണെന്ന് താഴത്തെ അമ്മ പറഞ്ഞു തന്നത്. നല്ലൊരു കയറ്റം കേട്ടോ. നമ്മൾ ആദ്യമേ ചെറിയ ഹൈറ്റായിട്ട് വന്നിട്ട് ഇപ്പം നല്ല രീതിയിലുള്ള ചെറിയ കുത്തനെയുള്ള കയറ്റമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇതുപോലെ പാറക്കെട്ടുകളാണ് കേട്ടോ. നടന്ന് കുറച്ച് ഭാഗത്ത് കുറച്ച് നിരപ്പായി. നല്ല തണുപ്പാണ്. ഇവിടെ കയറി വരുമ്പോഴേ ചെറിയൊരു നട കാണാൻ പറ്റും കേട്ടോ. എന്തായാലും ഞാൻ ഈ വഴി കയറി വരുവാ. ടോപ്പിലെത്തിയില്ല, അതിനു മുമ്പ് നല്ല വ്യൂ കാണാൻ സാധിക്കുന്നുണ്ട്. റിസ്ക്കാണ്. അപ്പുറത്ത് നല്ല വഴി ഉണ്ടായിരുന്നു. അയ്യോ, നടന്നു പോയി താഴെ പോവും. എന്തായാലും ഇവിടുത്തെ ഇതൊന്നും മലയാളത്തിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. കുറേ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു, അപ്പോൾ ഒന്നും കണ്ടിട്ടില്ല. തമിഴ് വീഡിയോ ആണ് കൂടുതലും കണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് വെച്ചു. വീട്ടിൽ നിന്ന് ഇവിടെ വരെ 320 കിലോമീറ്റർ. ഇന്നലെ രാത്രി ഇറങ്ങിയതാ. ഇപ്പം സമയം 9 മണിയായി. മായ കൊക്ക കേട്ടോ. ഒന്ന് കാലും തെന്നിക്കഴിഞ്ഞാൽ താഴെ പോവും. അയ്യോ, കണ്ടാ. പ്രവാസം ഉണ്ടെങ്കിൽ ഇപ്പം ധീരര പാട്ടും പാടി ഇപ്പോൾ ചാടിയാനെ അല്ലേ. എങ്ങോട്ട് ചാടും? മച്ചനകത്ത് താഴെ വെള്ളച്ചാട്ടമാ, ഇതിനകത്ത് കൊക്കയില്ലയോ. കണ്ടാ, എൻ്റെ കൂടെ വന്നവനാ കയറി പോന്നാണ്ടാ. പ്രായമായവരെ പോലെ വടിയും കുത്തി പോകുന്നു. ഞാൻ വടിയില്ല, ഒന്നുമില്ല. ഞാൻ ഈ വഴി കയറി പോവാം. ഇതാണ് നമ്മൾ കയറിപ്പോന്ന വഴി. അയ്യോ, അപ്പുറത്തൂടെ നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്നുണ്ടല്ലോ, ആ കാണുന്നൊക്കെ കടകളും പിന്നെ വീടുകളൊക്കെ കേട്ടോ. അതും ഈ ഗ്രാമത്തിൻ്റെ ഉൾപ്പെടുന്നതാണ് ഇതെല്ലാം. ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ അങ്ങും നമ്മൾ വന്നതേ ഇതൊരു അവിടെ നിന്നെങ്ങാണ്ട് വന്നേ. അങ്ങനെ അങ്ങ് താഴത്തെ സൈഡിൽ നിന്നെങ്ങാണ്ട് ഇങ്ങനെ കറങ്ങി ഇവിടെ നിൽക്കുന്നു. ഒരു 320 കിലോമീറ്റർ ബൈക്കിനകത്ത് വന്നത് ഒരിക്കലും നഷ്ടമല്ല, ലാഭമേ ഉള്ളൂ.
പിടിച്ച് കയറില്ലെങ്കിൽ നോക്കാം. ജസ്റ്റ് ഒന്ന് കാല് തിന്നിയാ മറ്റേ ജയറാം പൊക്ക വീഴുന്ന പോലെ പോവും. ഇതാണ് ശരിക്കുള്ള വഴി കേട്ടോ. ചുമ്മാ അവർ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി അവർ കയറി വന്ന ഇതാണ് ശരിക്കുള്ള വഴി. അങ്ങനെ മണിശബ്ദമൊക്കെ കേട്ടോ കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ മുകളിലോട്ട് കയറാൻ. ഇതിനിടയ്ക്ക് ഒരു തൃശ്ശൂലും ഒരു ശിവലിംഗവും ഒരു പാറയുടെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കാണിച്ചു തരാം. എൻ്റെ ചുറ്റും കണ്ട നമുക്ക് നേരായ വഴിയൊന്നും പറ്റത്തില്ല. നമുക്ക് ഇതുപോലത്തെ വഴികളൊക്കെയാണ് നമുക്ക് ഇഷ്ടം. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് നേരെ ഇതിന് ടോപ്പിലോട്ട് പോവാണ്. അതാണ് നേരായ വഴി കേട്ടോ. അതുകൊണ്ടൊരു മാമൻ കയറി പോകുന്നുണ്ട്. അതാണ് ശരിക്കുള്ള വഴി. ഇതിനെ കണ്ട് ആരും പേടിക്കരുത്. ഇത് നമ്മുടെ കാവലിന് വേണ്ടി ഉള്ളതാട്ടോ. പണ്ടത്തെ ഈ ഇത് മുനിമാരൊക്കെ ഇല്ലേ, അവർ ഈ പട്ടയുടെ രൂപത്തിൽ കാവൽ നിൽക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന സമയത്തെ താഴോട്ട് കൊക്കയാണ്. അതുകൊണ്ട് അവിടെ വന്ന് നിന്ന് പട്ടി എന്ന് വിളിക്കുന്നത് ശരിയല്ല, നായ. അതുകൊണ്ട് അവിടെ വന്ന് നിന്നത് കണ്ട. ഇപ്പോൾ കൂടെ വരുന്നുണ്ടോ? ഇതേപോലെ കുറേ എണ്ണമുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എവിടെ ഇങ്ങനൊന്നും കാണില്ല. ഗണപതി ഭഗവാനെ നാഗദൈവങ്ങളെ ആണ് നമ്മൾ ആദ്യമേ കയറി വരുമ്പോൾ കാണുന്നത്. ആദ്യമേ അല്ല, ഈ മല ടോപ്പിൽ വരുമ്പോൾ കാണുന്നത്. ഇവിടെ മുരുക ഭഗവാന്റെ ഒരു വിഗ്രഹമുണ്ട്. അത് കഴിഞ്ഞ് മെയിൻ പ്രതിഷ്ഠയായ ശിവൻ കോവിൽ, ശിവപ്രതിഷ്ഠ. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ മനസ്സിലായോ? നായ നമ്മൾ കാവലായിട്ട് ഇവിടെ എപ്പോഴും നിൽക്കും. ശബരിമല പോകുമ്പോൾ എരുമേലി വഴി നടന്നു പോകുമ്പോൾ കല്ലടാങ്ങുന്നത് കല്ലടുക്കി വെക്കുന്നതല്ലേ ഇവിടെ ഉണ്ട് ആചാരം. വെള്ളിമലൈ ശിവൻകോവിലെ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി നമ്മൾ ഇവിടുത്തെ ഗ്രാമപ്രദേശത്തുള്ള കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം കേട്ടോ. ഇവിടുത്തെ മെയിനായിട്ട് കൃഷി എന്ന് പറഞ്ഞാൽ കാപ്പിക്കുരു, പിന്നെ കുരുമുളകൊക്കെയാണ്. അപ്പോൾ നല്ല തണുപ്പുള്ള ഒരു സ്ഥലവുമാണ്. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് സിറുമലയിലാണ്, ദിണ്ടുക്കൽ ജില്ലയിലെ സിറുമലൈ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷിയാണ് കുരുമുളകും കാപ്പിയും. ഈ കാണുന്നതെല്ലാം കാപ്പിയാണ്. അതേപോലെ കാറ്റാടി മരത്തിലും പ്ലാവിലുമാണ് കുരുമുളക് പടർത്തിയേക്കുന്നത്.
അത് ഈ കാണുന്ന എല്ലാം കുരുമുളക് കേട്ടോ. പ്ലാവിനകത്ത് കുരുമുളക് നട്ടേക്കുക. മറ്റേ ഞാൻ ആദ്യം കാണിച്ചത് കാപ്പിക്കുരു ആണെങ്കിൽ ഇവിടെയും കാപ്പിക്കുരു ഉണ്ട്, കുരുമുളകും ഉണ്ട്, പിന്നെ പ്ലാവും വേറെ ഇതൊക്കെ മരങ്ങളുണ്ട് കേട്ടോ. അടിപൊളി. ഇതിൻ്റെ ഇടയിലെല്ലാം മഞ്ഞ്, കോടമഞ്ഞ്. ക്യാമറയിൽ എത്രമാത്രം ഉണ്ടെന്നറിയില്ല, എന്നാൽ തന്നെ നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഭയങ്കര മഞ്ഞാണ്, തണുപ്പ്. ഈ റോഡിൽ കൂടെ തന്നെ പോകുമ്പോഴേ നല്ല രീതിയിൽ വ്യൂ കാണാം. പിന്നെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി ഇവിടെ ടവറിൻ്റെ മുകളിൽ നമുക്ക് കയറി നിന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, ഇവിടെ നിന്ന് അടിപൊളി. നല്ല രീതിയിൽ കാറ്റുണ്ട്. എൻ്റെ സൗണ്ട് എത്രമാത്രം ക്ലിയർ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴിയാട്ടോ. താഴെ ചെല്ലണം. താഴെന്ന് പറഞ്ഞാൽ റോഡ് ആ മല കഴിയുമോ? ഒരു രക്ഷയില്ല, കിടിലം. ആ ഭാഗങ്ങളൊക്കെ എത്രമാത്രം ക്യാമറയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ എൻ്റെ പൊന്നും അടിപൊളി സ്ഥലം. ഇന്നലെ രാത്രി 11 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇന്ന് രാവിലെ 9 മണിയാകുമ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴി എന്ന് പറഞ്ഞാൽ ചെങ്കോട്ട, തെങ്കാശ്ശേരി, ഇളയനല്ലൂര്, ഉദയകുടി, ശ്രീവല്ലിപുത്തൂര്, രാജപാളയം, മധുര ബൈപ്പാസ് വഴി നേരെ തെറ്റി. പിന്നെ സിരിമല. ഈ സിരിമലയാണ് ഈ നാടിൻ്റെ പേരാട്ടോ, സിരിമല. പിന്നെ സിരിമലയാട്ടോ, തിരുമലയല്ല സിരിമല. തെറ്റിപ്പോരുത്, എനിക്കിടയ്ക്കിടയ്ക്ക് തെറ്റുന്നുണ്ട് കേട്ടോ, എന്താ പറഞ്ഞത്. പിന്നെ ഒരു ശിവക്കോവിലുണ്ട്, വെള്ളിമല ശിവക്കോവിൽ. അവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. അപ്പം അവിടെ വന്ന് തൊഴുന്നൊരു അന്നദാനം കഴിക്കാൻ മറക്കരുത്. അവിടെ അന്നദാനമുണ്ട്, ഉറപ്പായിട്ടും കഴിച്ചിട്ട് പോകണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം.